ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ലോകത്തെ അത്യപൂർവ പൈതൃക മലനിരകളിലൊന്നായ പശ്ചിമഘട്ടത്തിന്റെ കവാടം, അനേകം നദികളും കാർഷിക ഭൂമികളും മഴക്കാടുകളും നിറഞ്ഞ് പ്രകൃതി സൗന്ദര്യം കൊണ്ട് സമ്പന്നമായ ദേശം മണ്ണാർക്കാട്. ഭൂവിസ്തൃതി കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് മണ്ണാർക്കാട്. കേരളത്തിന്റെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്ത് സമര പോരാട്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് 2011 തന്റെ കന്നി മത്സരത്തിനായി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട്ടെത്തുന്നത്. അന്നു മുതൽ മണ്ണാർക്കാട്ടെ മുഴുവൻ ജനങ്ങളും ഹൃദയത്തിലേറ്റിയ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട്ടുകാരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്ന നഗരത്തിന്റെ ഗതാഗതക്കുരുക്ക് തീർക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു. വീതി കുറഞ്ഞ കുന്തിപ്പുഴ പാലം പുതുക്കിപ്പണിതും ഇടുങ്ങിയ നൊട്ടമല ഹെയർപിൻ വളവുകൾ വീതി കൂട്ടി ഇന്റർലോക്ക് ചെയ്തും മണ്ണാർക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കഴിച്ചു. കഴിഞ്ഞ 15 വർഷമായി മണ്ണാർക്കാട്ടുകാർക്കൊരിക്കൽ പോലും അപരിചിതത്വം തോന്നാത്ത വിധം അവരെ ചേർത്തുപിടിച്ച ജനപ്രതിനിധിയായി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മാറി. ഞാൻ മണ്ണാർക്കാട്ടുകാരനാണെന്ന പരിചയപ്പെടുത്തലിന്റെ ആവശ്യമേയില്ലാതെ ഈ നാടിന്റെ ഓരോ മുക്കിലും മൂലകളിലും ജനങ്ങളെ നേരിട്ടറിയുന്ന ജനപ്രതിനിധിയാണിന്ന് ഷംസുദ്ദീൻ. മണ്ണാർക്കാട്ടുകാരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നിറഞ്ഞു നിന്നു. അവരുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഓടിയെത്താൻ അദ്ദേഹം ഉണ്ടാകുമെന്ന് മണ്ണാർക്കാട്ടുകാർക്ക് ബോധ്യമായി. മണ്ണാർക്കാടിനു വേണ്ടി മണ്ണാർക്കാട് ആഗ്രഹിച്ച അനേകം പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ രൂപീകരണം. സർക്കാർ മേഖലയിൽ കോളേജില്ലാതിരുന്ന മണ്ണാർക്കാട് മണ്ഡലത്തിൽ 2 കോളേജുകൾ യാഥാർത്ഥ്യമാക്കിയത്, ഫ്ലെയിം വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്, പ്രധാന റോഡുകളെല്ലാം ആധുനിക രീതിയിൽ നവീകരണം നടത്തിയത്, മണ്ണാർക്കാട് നഗരവികസനം, 1000 ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം, മലയോര ഹൈവേ, പ്രധാന കവലകളിലെ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ, സർക്കാർ ഓഫീസുകൾക്കും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്, പുതിയ പാലങ്ങൾ, ശുദ്ധജല പദ്ധതികൾ തുടങ്ങിയവയെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീന് സാധിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 15 വർഷം ഐതിഹാസികമായ മുന്നേറ്റമാണ് മണ്ണാർക്കാട് മണ്ഡലത്തിന് കൈവരിക്കാനായത്. മണ്ണാർക്കാടിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് 2012 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അട്ടപ്പാടിയിൽ വെച്ച് രാജീവ് ഗാന്ധി സ്മാരക ഗവൺമെന്റ് കോളേജ് പ്രഖ്യാപിച്ചത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് ഏറെ വൈകാതെ കോളേജ് ഉദ്ഘാടനം ചെയ്തു. 7 ബിരുദ പ്രോഗ്രാമോടെ ഉന്നതിയിലേക്ക് കുതിക്കുന്ന കോളേജിന് 2017 തന്നെ പുതിയ കെട്ടിടം നിർമ്മിച്ചു. ഹോസ്റ്റലുകൾ, ക്യാന്റീൻ, പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സ് എന്നിവയും യാഥാർത്ഥ്യമാക്കി. 2014 ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പൗൾട്രി മാനേജ്മെന്റ് എന്ന തിരുവിഴാംകുന്നിലെ ഏവിയൻ കോളേജ് ഓഫ് സയൻസ് നമ്മുടെ മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മറ്റൊരു പൊൻതൂവലാണ്. മണ്ഡലത്തിൽ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളും പുതിയ +2 ബാച്ചുകളും അനുവദിച്ചു. മണ്ഡലത്തിലെ UP സ്കൂളുകൾ ഹൈസ്കൂളുകളായും ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറികളായും ഉയർത്തി. മുഴുവൻ വിദ്യാലയങ്ങൾക്കും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. സ്കൂളുകൾക്ക് പാചകപ്പുരകൾ, ശുചിമുറികൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, അംഗനവാടി കുട്ടികൾക്ക് കിടക്കകൾ എന്നിവയും അനുവദിച്ചു. മണ്ണാർക്കാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഗതിവേഗം കൂട്ടിയ പരിഷ്കരണമായിരുന്നു മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ രൂപീകരണം. നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പാലക്കാട്ടേക്കുള്ള യാത്രാ ചിലവും സമയവും കുറയ്ക്കാൻ ഇത് സഹായകമായി. വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മണ്ഡലത്തിലെ 20 സ്കൂളുകൾക്ക് MLA ഫണ്ടിൽ നിന്ന് ബസ്സുകൾ നൽകി. സ്കൂൾ, കോളേജ് ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. മണ്ണാർക്കാടിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് കരുത്തേകാനായി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA ആവിഷ്കരിച്ച പ്രത്യേക പദ്ധതിയാണ് ഫ്യൂച്ചറിസ്റ്റിക് ലിങ്ക് ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് മണ്ണാർക്കാട്ട്സ് എഡ്യൂക്കേഷൻ അഥവാ ഫ്ലെയിം. ഇൻ സ്കൂൾ ലേണിംഗ് ഗ്രൂപ്പിന്റെയും നിയോജക മണ്ഡലത്തിലെ സേവന സന്നദ്ധരായ വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും സഹകരണത്തിൽ ആവിഷ്കരിച്ച ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സമഗ്ര പരീക്ഷാ പരിശീലനം, NMMS അടക്കമുള്ള വിവിധ മത്സര പരീക്ഷാ പരിശീലനം, രാജ്യത്തെ ഉന്നത സർവകലാശാലകളിലേക്കുള്ള CUET പരീക്ഷാ പരിശീലനം, അഭിരുചി പരിശോധന എന്നിവയെല്ലാം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. എല്ലാവരും ഫ്ലെയിമിന്റെ ഭാഗമായി
ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒന്നിച്ചു നിൽക്കുകയാണ്. ഇതൊരു മനോഹരമായ കാഴ്ചയാണ്. മണ്ണാർക്കാടിന് നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ നമ്മൾ തേടിപ്പിടിച്ചു കൊടുക്കണം. അവർക്ക് വഴി കാണിച്ചു കൊടുത്താൽ ഈ കുട്ടികൾ വിപ്ലവങ്ങൾ തീർക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സന്ദേഹവുമില്ല. അതിനായി നമുക്ക് ഒരുമിക്കാം. ഫ്ലെയിം കോച്ചിംഗ് പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് കേവലം 50-ൽ താഴെ മാത്രമായിരുന്ന നമ്മുടെ മണ്ഡലത്തിലെ NMMS പരീക്ഷാ വിജയികളുടെ എണ്ണം ഫ്ലെയിം പദ്ധതിയുടെ കൂടെ ഭാഗമായി 110ലേക്ക് ഉയർത്താൻ നമുക്ക് സാധിച്ചു. പാലക്കാട് ജില്ലയിലെ NMMS വിജയികളുടെ 1/3 ഭാഗവും ഇപ്പോൾ മണ്ണാർക്കാട് മണ്ഡലത്തിലാണ് എന്നറിയുമ്പോഴാണ് ഫ്ലെയിം പദ്ധതിയുടെ പ്രാധാന്യം ബോധ്യമാവുക. എന്റെ നിയോജക മണ്ഡലത്തിൽ എനിക്കിതുപോലൊരു പരിപാടി നടത്തി ഒരു 50 പേരെ എൻട്രൻസ് എക്സാമിനേഷനിൽ കയറ്റി വിടാൻ കഴിഞ്ഞില്ല എന്നുള്ള അസൂയ എനിക്ക് നിങ്ങളുടെ MLA യോടുണ്ട് എന്ന് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഈ അവസരം. ഇതൊരു വലിയ ഇനിഷ്യേറ്റീവാണ്, വലിയൊരു പ്രോഗ്രാമാണ്. ഒരു ജനപ്രതിനിധി പാലങ്ങളും റോഡുകളും വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തും. അതിനേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്. SSLC +2 പരീക്ഷകളിലും NMMS, LSS, USS പരീക്ഷകളിലും നമ്മുടെ വിദ്യാർത്ഥി പ്രതിഭകൾ മുന്നിലെത്തി. ഇവരെ ആദരിക്കുവാൻ കഴിഞ്ഞ 4 വർഷമായി പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണരെയും സെലിബ്രിറ്റികളെയും ഭരണകർത്താക്കളെയും കൊണ്ടുവന്ന് എഡ്യു കോൺക്ലേവുകളും പ്രതിഭാ സംഗമങ്ങളും നടത്തിവരുന്നു. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ പ്രധാന PWD റോഡുകളെല്ലാം ഇന്ന് ആധുനിക രീതിയിൽ നവീകരിച്ച BM&BC റോഡുകളാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന അട്ടപ്പാടി റോഡും നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കുമരമ്പത്തൂർ കാഞ്ഞിരപ്പാറ റോഡും പുനർനിർമ്മാണം കഴിഞ്ഞാൽ മുഴുവൻ PWD റോഡുകളും റബ്ബറൈസ്ഡ് ചെയ്ത മണ്ഡലമായി മണ്ണാർക്കാട് മാറും. ഇടത് സർക്കാരിന്റെ നിസ്സംഗതയും കരാറുകാരുടെ അലംഭാവവും KRFB ഓഫീസർമാരുടെ അനാസ്ഥയും കൊണ്ടാണ് അട്ടപ്പാടി റോഡ് അപ്രതീക്ഷിതമായ കാലതാമസം നേരിട്ടത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മികച്ച റോഡുകളായി ഈ 2 റോഡുകളും മാറും. കിഫ്ബി എന്ന് പറഞ്ഞ് ഓരോ പദ്ധതികൾ ഏറ്റെടുത്തിട്ട് റോഡും മാന്തി പൊളിച്ചിട്ടിട്ട് പാതി വഴിയിലിട്ട് ജനങ്ങളുടെ ശകാരം കേൾക്കേണ്ട ദുസ്ഥിതിയിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയി. അട്ടപ്പാടിയിലേക്ക് പോകുന്ന റോഡാണ് ഇവന്മാർ ഏറ്റെടുത്തത്. ഇന്ന് വരെ ഒന്നും ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഈ കിഫ്ബി ഏറ്റെടുത്തത് കൊണ്ട് മെയിൻ്റനൻസ് ഫണ്ട് പോലും PWD നൽകുന്നില്ല. എത്ര തവണ നിങ്ങളുടെയൊക്കെ വാതിൽ പൊട്ടി, ഒരു പരിഹാരം ഉണ്ടായില്ല. ഇനി ഞങ്ങൾ അവിടെ സമരം ചെയ്യാൻ പോവാണ്. ഈ വരുന്ന 6-ാം തീയതി അട്ടപ്പാടി ചുരത്തിലെ 10 കിലോമീറ്റർ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരെ കൂട്ടി പ്രതിഷേധ യാത്ര നടത്താൻ MLA എന്നുള്ള നിലക്ക് എനിക്ക് മുന്നോട്ട് വരേണ്ടി വന്നിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സാർ. ഇതോടൊപ്പം നിയോജക മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം 1000-ഓളം അടുക്കുകയാണ്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ട്, ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി തുടങ്ങിയവയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്രയും ഗ്രാമീണ റോഡുകൾ പണിത് തീർക്കാൻ സാധിച്ചത്. വലിയ ഗ്രാമീണ റോഡുകൾ ബജറ്റിൽ നിന്നും തുക വകയിരുത്തിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നിർദ്ദിഷ്ട കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെയും നിർമ്മാണം നടക്കുന്നതോടെ നിയോജക മണ്ഡലത്തിലെ റോഡ് ഗതാഗതത്തിൽ വലിയ പുരോഗതിയാണ് നമുക്ക് കൈവരിക്കാനാവുക. മണ്ണാർക്കാട് നഗരത്തിലെ ഊരാക്കുടുക്കായിരുന്ന കുന്തിപ്പുഴ പാലത്തിന്റെ പുനർനിർമ്മാണം മണ്ണാർക്കാടിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ പ്രവർത്തനമായിരുന്നു. ദേശീയപാത അതോറിറ്റിയുടെ പ്രത്യേക അനുമതി നേടിക്കൊണ്ടാണ് 2013-ൽ കുന്തിപ്പുഴ പാലം പുതുക്കിപ്പണിതതും നൊട്ടമലയിലെ 2 ഹെയർപിൻ വളവുകൾ വീതി കൂട്ടിയതും. മണ്ണാർക്കാട് നഗരത്തിൽ തോരാപുരം പാലം പൂർത്തിയാക്കിയതും കുമരമ്പത്തൂർ ഏനാനിമംഗലം ക്ഷേത്രം കടവിൽ തൂക്കുപാലം നിർമ്മിച്ചതും ജനങ്ങൾക്ക് ഏറെ സഹായകമായവയാണ്. ഇതോടൊപ്പം ചീരക്കടവ് പാലത്തിനും അട്ടപ്പാടിയിലെ ഇടവാണിയിലേക്കുള്ള 3 പാലങ്ങൾക്കും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അഗളി സാമ്പാർക്കോട് പാലം കഴിഞ്ഞ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. എടത്തനാട്ടുകര അലനല്ലൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായ കണ്ണംകുണ്ട് പാലത്തിന് MLAയുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഇടപെടലിലൂടെ കഴിഞ്ഞ ഫെബ്രുവരി 10-ന് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളെ മണ്ഡലത്തിൽ ഒരു കണ്ണംകുണ്ട് പാലമുണ്ട്. എല്ലാ ജനങ്ങളും നമ്മളെ ടാക്സ് അടക്കുന്നത് കേരളത്തിന്റെ ട്രഷറിയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രതിപക്ഷ മണ്ഡലങ്ങളോടുള്ള ഈ വിവേചനം
കഴിഞ്ഞ വർഷങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. ഞങ്ങളോട് 5 കോടി എന്ന് പറയാം, അപ്പുറത്ത് 10 കോടി കൊടുക്കുക. ഏതായാലും ഞാൻ പറയുന്നൊരു പോയിന്റ്, എനിക്ക് 5 കോടിയിൽ ഞാനൊരു പാലത്തിന്റെ പേരാണ് കണ്ണംകുണ്ട് പാലാണ് കൊടുത്തത്. ഇത് 2022-23 1 കോടി അതിന് നീക്കിയിരിപ്പുണ്ട്. ഈ പ്രാവശ്യവും ഉണ്ട്. ഇപ്പൊ 2 കോടിയായി. പക്ഷെ ഇതുവരെ അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റ് അതിന് ഏസ് കൊടുത്തിട്ടില്ല. കാരണം അതിന് മൊത്തത്തിൽ ആ പാലത്തിന് 11 കോടി വേണമെന്നുള്ളതാണ്. ഇതൊരു മലയോര മേഖലയാണ്. മലവെള്ളപ്പാച്ചിലിന്റെ സമയത്തൊക്കെ അവിടെയുള്ള കോസ്വേ നിറഞ്ഞു കവിഞ്ഞ് ആ പ്രദേശം ഒറ്റപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് അതിന് ഈ 2 തവണയായി ഇപ്പൊ 2 കോടി വെച്ചല്ലോ, ഇത്തവണ അതിന് ഏസ് കിട്ടണം. പാലത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിനിടയിൽ പാലത്തിനുള്ള തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് ഉത്തരവ് വൈകാനിടയായത്. ഇപ്പോൾ കണ്ണംകുണ്ട് പാലം നിർമ്മാണത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കിയിട്ടുണ്ട്. പരമാവധി 1 വർഷത്തിനകം കണ്ണംകുണ്ട് പാലം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. മണ്ണാർക്കാട് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ശുദ്ധജലം ഉറപ്പാക്കുന്നതിന് 5 പദ്ധതികൾ 2011 തുടക്കത്തിൽ തന്നെ നമ്മൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയതാണ്. മണ്ണാർക്കാട് നഗരസഭയിൽ ഇപ്പോൾ അമൃത് ശുദ്ധജല പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മണ്ണാർക്കാട് മേജർ ശുദ്ധജല പദ്ധതിയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും അനുബന്ധമായ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തെങ്കിരിയിലും ജൽജീവൻ മിഷൻ പദ്ധതി നടന്നുവരുന്നു. അട്ടപ്പാടി സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ ആദ്യഘട്ടം അടുത്ത മാസം ആരംഭിക്കും. അലനല്ലൂർ, കോട്ടോപ്പാടം എന്നിവിടങ്ങളിലേക്കുള്ള തച്ചനാട്ടുകര ജൽജീവൻ മിഷൻ പദ്ധതി 50% പ്രവൃത്തിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. MLA ഫണ്ടിൽ നിന്നുള്ള 4 ചെറുകിട ശുദ്ധജല പദ്ധതികൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രാവർത്തികമാക്കിയതാണ്. കുമരമ്പത്തൂർ പാത്രക്കടവിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രദേശത്ത് സംരക്ഷണമൊരുക്കി ടൂറിസം പദ്ധതിക്കായി വിനോദസഞ്ചാര വകുപ്പ് 2 കോടി രൂപയും ഭരണാനുമതി നൽകിയിട്ടുണ്ട്. അട്ടപ്പാടിയിൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പുതിയ കെട്ടിടവും ആധുനിക സംവിധാനങ്ങളും സജ്ജീകരിക്കാനായി പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകൾക്ക് MLA ഫണ്ടിൽ നിന്ന് 2 ഹോം കെയർ വാഹനങ്ങൾ അനുവദിച്ചു. മണ്ണാർക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ 2.5 കോടി രൂപ ചിലവിൽ പുതിയ കെട്ടിടം പണിതു. നിലവിൽ 11 കോടി ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള മറ്റൊരു കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. മണ്ഡലത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുവാനും IPP സെന്ററുകൾ ഹെൽത്ത് സെന്ററുകളാക്കി ഉയർത്തുവാനും സാധിച്ചു. മണ്ണാർക്കാട് നിന്ന് എല്ലാ വർഷവും ശബരിമല സീസണിൽ പമ്പയിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം മണ്ണാർക്കാട് നിന്ന് ചക്കിട്ടപ്പാറയിലേക്ക് പുതിയ ടൗൺ ടു ടൗൺ ബസ് റൂട്ട് ആരംഭിച്ചു. അട്ടപ്പാടി ഭാഗത്തേക്കും പുതിയ ബസ്സുകൾ സർവീസ് തുടങ്ങി. മണ്ണാർക്കാട് KSRTC ഡിപ്പോയിൽ പൊതുജനങ്ങൾക്ക് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രവും തുടങ്ങിയിട്ടുണ്ട്. മലയോര മേഖല ഏറെയുള്ള മണ്ണാർക്കാട് മണ്ഡലത്തിൽ വന്യജീവി ആക്രമണങ്ങൾ നേരിട്ടവർക്ക് വേണ്ടി നിരന്തരമായ ഇടപെടൽ നടത്തിയ ജനപ്രതിനിധിയാണ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വന്യജീവികളുടെ ആക്രമണമാണ്. എടത്തനാട്ടുകരയിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ രാവിലെ പണിക്ക് പോയിട്ട് അതേപോലെ തിരിച്ചു വന്നു. കാരണം എന്താ? അവിടെ ഒരു പുലിയുടെ സാന്നിധ്യം. ഇതിനു മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ ഒരു കടുവ റബ്ബർ തോട്ടത്തിൽ വെച്ച് കടുവ ചാടി ഈ തൊഴിലാളിയെ കടിച്ചു. പക്ഷെ അവൻ കുടഞ്ഞിട്ട് ഓടിയിട്ട് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു. വല്ലാത്തൊരു അത്ഭുതകരമായൊരു രക്ഷപ്പെടലാണ്. അപ്പൊ റബ്ബർ തോട്ടങ്ങളിൽ ഇതുപോലുള്ള വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ടുള്ള കൃഷിനാശം, അതുപോലെ തന്നെ ഇതുപോലുള്ള അപകടകരമായ ജീവിത സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കാൻ സാധിക്കണം. വന്യജീവികളെ പ്രതിരോധിക്കാൻ വിവിധ പ്രദേശങ്ങളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുകയും മറ്റു ഭാഗങ്ങളിൽ ഫെൻസിംഗ് വർക്ക് പുരോഗമിക്കുകയുമാണ്. ദേശീയ തലത്തിൽ പ്രഗത്ഭരായ ഒട്ടേറെ ഫുട്ബോൾ താരങ്ങളും കായിക പ്രതിഭകളുമുള്ള നാടാണ് മണ്ണാർക്കാട്. മണ്ഡലത്തിലെ കായിക മേഖലയ്ക്ക് ഉണർവേകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നടത്തിയിട്ടുണ്ട്. അലനല്ലൂർ സ്കൂളിൽ മൾട്ടിപർപ്പസ് സ്പോർട്സ് സ്പേസ്, കല്ലടി സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് എന്നിവ നിർമ്മിച്ചു. എടത്തനാട്ടുകര ഹൈസ്കൂളിന്റെ കളിസ്ഥലം ആധുനിക രീതിയിൽ നവീകരണം നടത്തിയത് നമ്മുടെ കായിക മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. മണ്ണാർക്കാട് നായാടിക്കുന്ന് മിനി സ്റ്റേഡിയവും നവീകരിച്ചു. ചങ്ങലേരി CH മിനി സ്റ്റേഡിയത്തിന് 3 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുമാണ്. നിലാവ് പദ്ധതിയിലൂടെ മണ്ണാർക്കാട് വെളിച്ച വിപ്ലവം സൃഷ്ടിച്ച ജനപ്രതിനിധിയാണ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ. മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ ഹൈമാസ്റ്റ്, മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു.
വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി ലൈൻ വലിക്കുന്നതിനും ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതിനും MLA ഫണ്ട് ഉപയോഗിച്ചു. കേരളത്തിന്റെ വൈദ്യുതോർജ്ജ വികസനത്തിന് മണ്ണാർക്കാടിന്റെ സംഭാവനയാണ് അട്ടപ്പാടി ഹരിത ഊർജ്ജ ഇടനാഴി. അട്ടപ്പാടി മേഖലയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ 220 kV ഗ്യാസ് ഇൻസുലേറ്റർ സബ്സ്റ്റേഷൻ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് തന്നെ അട്ടപ്പാടി താലൂക്ക് യാഥാർത്ഥ്യമാക്കുവാനും അഗലിയിൽ മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുവാനും സാധിച്ചിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിലെ 10 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ധനവകുപ്പിലെ 2 ട്രഷറി ഓഫീസിനും പുതിയ ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുണ്ട്. കേരള നിയമസഭയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ MLA ആണ് അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ. സഭയിൽ 96% ഹാജർ രേഖപ്പെടുത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. നിയമസഭാ ചോദ്യോത്തരങ്ങൾ, പ്രമേയങ്ങൾ, ശ്രദ്ധ ക്ഷണിക്കലുകൾ, അടിയന്തര പ്രമേയങ്ങൾ, ബില്ലുകളുടെ അവതരണം, സബ്മിഷനുകൾ, ക്രമപ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം മികച്ച രീതിയിൽ നമ്മുടെ MLA അവതരിപ്പിച്ചു. സ്പീക്കർ പാനലിൽ പലതവണ അംഗമായിരിക്കാനും അവസരമുണ്ടായി. നിയമസഭയ്ക്കകത്തും പുറത്തും UDF നടത്തിയ പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതക്ക് നിരക്കുന്നതല്ല സർ. നിയമസഭയിൽ വസ്തുതാവിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ. അങ്ങ് പറഞ്ഞത് കേരളം അങ്ങ് പറഞ്ഞത് കേരളം മുഴുവൻ അങ്ങ് പറഞ്ഞത് കേരളം മുഴുവനും കണ്ടതാണ്. ഫുൾ A+ കിട്ടി. ഇന്നൊരു രക്ഷിതാവ് വിളിച്ച ഫുൾ A+ കിട്ടി. സ്വന്തം വീടിനടുത്തുള്ള സ്കൂള്, അവിടെ പഠിച്ച കുട്ടി. പറയട്ടെ, നിങ്ങളെ ഒച്ചുണ്ടാക്കരുത്. ആ കുട്ടികൾക്ക് ഇവിടെ ജനങ്ങളുടെ പ്രശ്നം പറയാനാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കല. അതെന്ത് ശരിയായ രീതിയാ? അപ്പോ മന്ത്രി പറഞ്ഞ കണക്കുകളൊന്നും ശരിയല്ല സാർ. ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല. +2 വരെ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2വിലേക്ക് അവന്റെ പഠനം നമ്മൾ മുടക്കുകയാണ്. അത് വിദ്യാഭ്യാസ അവകാശത്തിന്റെ ലംഘനമാണ്. അതിന് ഈ ജാതി കണക്കുകൾ പറഞ്ഞ് ആ മുടക്കലിനെ ന്യായീകരിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ കഴിയില്ല സർ. മികച്ച നിയമസഭാ അംഗത്തിനുള്ള KK നായർ ശ്രേഷ്ഠ സാമാജിക പുരസ്കാരം 2013 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിൽ 3 തവണ വിവിധ സംഘടനകളുടെ മികച്ച MLAക്കുള്ള അവാർഡുകളും അഡ്വക്കേറ്റ് N. ഷംസുദ്ദീനെ തേടിയെത്തി. സാധാരണക്കാർക്കെതിരെ പോലീസിന്റെ അതിക്രമങ്ങൾ പെരുകുകയാണ്. പൊതുജനത്തിന് നേരെ മെക്കിട്ട് കയറുന്ന പോലീസാണ് ഇപ്പോൾ ഉള്ളത്. ജനമൈത്രി പോലീസല്ല, ഗുണ്ടാമൈത്രി പോലീസാണ് സർ ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ളത്. ഒരു പ്രതിപക്ഷ MLA അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കേരളത്തിലെ പോലീസിനെ ഈ വിധം കയറൂരി വിടാനാണോ അങ്ങയുടെ ഭാവം എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാൻ സർ. ഇവിടെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന്റെ നിയമസഭയുടെ അതിന്റെ താല്പര്യം എന്താണ്? ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാനാണ്. അതിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനാണ്. അത് പറയുമ്പോൾ അതിനെ ലാഘവത്തോടെ പൊതുവൽക്കരിക്കുന്ന നിങ്ങളുടെ ഈ സമീപനം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ സർ. ഒരു നാട് വികസനത്തിന്റെ തേരിലേറി മുന്നേറുമ്പോൾ, ഓരോരോ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കുമ്പോൾ പുതിയ സ്വപ്നങ്ങൾ പൂവിടുമല്ലോ. മണ്ണാർക്കാട് 2 കോളേജുകൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഇനിയൊരു പോളിടെക്നിക് കോളേജ് നമുക്ക് യാഥാർത്ഥ്യമാക്കണം. അതുപോലെ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് കൊണ്ടുവരണം. അഭ്യസ്തവിദ്യരായ യുവതീ-യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്ന ഒരു സൈബർ പാർക്കും ഇൻഡസ്ട്രിയൽ പാർക്കും സ്ഥാപിക്കണം. മണ്ണാർക്കാട് നഗരത്തിനൊരു ടൗൺ ഹാൾ, ഒരു പുതിയ മികച്ച സ്റ്റേഡിയം, അട്ടപ്പാടിയിലെ ഗോത്രകലകളെ സംരക്ഷിക്കുന്ന കലാ സാംസ്കാരിക പഠന കേന്ദ്രം എന്നിവയും തുടങ്ങണം. ചുങ്കം ചുരിയോട് ബൈപ്പാസ്, ചെങ്ങലേരി പാലം, താവളം മുള്ളി ഊട്ടി വനപാത തുടങ്ങൽ, സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലെ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കൽ, വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം തുടങ്ങിയ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ UDF നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇക്കാര്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനക്ഷേമവും നാടിന്റെ വികസനവും മുൻനിർത്തി നാം തുടർന്നു വരുന്ന നന്മകളുടെ ഈ ജൈത്രയാത്ര കൂടുതൽ ജാഗ്രതയോടെ നമുക്ക് തുടരേണ്ടതുണ്ട്. അതിവേഗം മുന്നേറുന്ന പുതിയ കാലത്തോടൊപ്പം കേരളത്തിന്റെയും മണ്ണാർക്കാടിന്റെയും ഒരു പുതുയുഗ പിറയ്ക്കായി നമുക്കൊരുമിച്ച് മുന്നേറാം.
പ്രിയങ്കരരായ മണ്ണാർക്കാട്ടെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന എന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും സവിനയം അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ പിന്തുണയിൽ ഈ നിയോജക മണ്ഡലത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി ഏറെ യത്നിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചുള്ള കഴിഞ്ഞകാല യാത്രയിൽ നമുക്കേറെ പുരോഗതിയും നേട്ടങ്ങളും കൈവരിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. നിങ്ങളിൽ ഒരുവനായി നിങ്ങൾക്കൊപ്പമാണ് ഞാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് വളരെ താഴെ തട്ട് തൊട്ട് മണ്ഡലവും ജില്ലയും ശ്രദ്ധിക്കപ്പെടുന്ന വികസന നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. വീണ്ടും നേതൃത്വം നിയോഗിച്ചതനുസരിച്ച് ജനവിധി തേടുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ കോണി അടയാളത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. തുടരട്ടെ മണ്ണാർക്കാടിന്റെ നന്മ. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരമായ സമ്മതിദാനാവകാശം കോണിയടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ പ്രിയമുള്ളവരെ. ഇവിടെ ഇനിയും ഏറെ നേട്ടം തുടരണം. നാടിന്റെ ഭാവി നാം തന്നെ കാക്കണം. ജനനായകനായ എൻ ഷംസുദ്ദീൻ നയിക്കണം. മണ്ണാർക്കാടിനെയും ഏറെ കുതിക്കണം. ഇടതിൻ ഭരണത്തിനെതിരെ വോട്ടാലെ നാം മറുപടി നൽകണം. പ്രിയരെ, കേരളമാകെ കൊതിച്ചൊരു മാറ്റത്തിനായി വോട്ടേകിടാം UDF-നായി.